ഹായ് സ്റ്റുഡൻസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡെഡ് ലോക്സ് ആണ്. ഓൾറെഡി നമ്മൾ ഡെഡ് ലോക്ക് എന്താണെന്നൊരു ഓവർവ്യൂ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ where a set of processes are blocked because each process is holding a resource and waiting for another resource acquired by some other process. മീൻസ് എന്താണ് ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രോസസ്സ് ഉണ്ട്, ആ പ്രോസസ്സ് എന്താണ് കുറച്ച് റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരത് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ റിസോഴ്സസിനെ തന്നെ മറ്റൊരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെയാണ് എന്തെന്ന് പറയുക, ഡെഡ് ലോക്ക്. അപ്പോൾ ആർക്കും ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും, അതിനെയാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, so a process in operating system uses different resources and uses resources in the following way. അതായത് നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്യുന്ന 3 രീതിയിലാണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റിക്വസ്റ്റ് എ റിസോഴ്സ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു റിസോഴ്സസിനെ റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് ഇപ്പോൾ ഒരു പ്രിൻ്ററോ അല്ലെങ്കിൽ CPU നമുക്കിപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും, യൂസ് ദ റിസോഴ്സ്. പിന്നെ നമ്മളത് യൂസ് ചെയ്യും. അത് റിക്വസ്റ്റ് കൊടുക്കണം, റിക്വസ്റ്റ് ഗ്രാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമ്മൾ യൂസ് ചെയ്യും. ദെൻ റിലീസസ് ദ റിസോഴ്സ്. തേർഡ് വൺ എന്താ, റിലീസ് ചെയ്യും. അതായത് നമുക്ക് ആ പ്രോസസ്സിന് വേണ്ടിയിട്ട് ആ റിസോഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, അത് റിലീസ് ചെയ്യും. അതിനി വേണ്ട, ഇനി അത് വേറെ ഏതെങ്കിലും പ്രോസസ്സിന് യൂസ് ചെയ്യാം എന്നുള്ള കണ്ടീഷനിലേക്ക് വരും. അതാണ് റിലീസ് ദ റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയഗ്രാം കാണാം. ഡയഗ്രാം നിങ്ങൾ ഓൾറെഡി വരച്ചതാണ്. പ്രോസസ്സ് 1, പ്രോസസ്സ് 2. ഇപ്പോൾ ഈ പ്രോസസ്സിനെ നമ്മൾ സർക്കുലർ രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിസോഴ്സസിനെ റെക്റ്റാങ്കിൾ രീതിയിലും. അത് മാറരുത്, നിങ്ങൾ എപ്പോഴും വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. പ്രോസസ്സിനെ സർക്കിൾ രീതിയിലും റിസോഴ്സസിനെ റെക്റ്റാങ്കിളിലും റെപ്രസെൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് 1ലേക്ക് എന്താണ്, റിസോഴ്സ് 1 അസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് റിസോഴ്സ് 1 ഇപ്പോൾ പ്രോസസ്സ് 1 യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രോസസ്സ് 1 എന്ത് ചെയ്യുന്നുണ്ട്, റിസോഴ്സ് 2നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ആ ഒരു റിസോഴ്സും കൂടെ പ്രോസസ്സ് 1ന് വേണം. അപ്പോൾ ആ റിസോഴ്സസിനെ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ആ റിസോഴ്സ് 2 എവിടേക്കാണ് അസൈൻ ചെയ്തിട്ടുള്ളത്, പ്രോസസ്സ് 2 ആണ് ആ ഒരു റിസോഴ്സ് 2നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ദെൻ പ്രോസസ്സ് 2 എന്താണ്, വെയിറ്റിംഗ് ഫോർ റിസോഴ്സ് 1. റിസോഴ്സ് 1നെ പ്രോസസ്സ് 2 എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ റിസോഴ്സ് 1 ആർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആക്ച്വലി പ്രോസസ്സ് 1ന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ എന്താണ്, ഒരു ഡെഡ് ലോക്ക് സിറ്റുവേഷനാണ് വരുന്നത്. ആർക്കും എല്ലാ പ്രോസസ്സോ അല്ലെങ്കിൽ എല്ലാ റിസോഴ്സസോ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണ്. ഓക്കെ, ദെൻ ഇതിനുള്ള നെസസറി കണ്ടീഷൻസ് ആണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രീംപ്ഷൻ ആൻഡ് സർക്കുലർ വെയിറ്റ്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അറ്റ്ലീസ്റ്റ് 1 റിസോഴ്സ് മസ്റ്റ് ബി ഹെൽഡ് ഇൻ എ നോൺ ഷെയറബിൾ മോഡ്. അറ്റ്ലീസ്റ്റ് ഒരു റിസോഴ്സെങ്കിലും എന്ത് ചെയ്യണം, ഷെയർ ചെയ്യാതെ അവരെന്ത് ചെയ്യണം, ഷെയർഡ് റിസോഴ്സ് ആവരുത് ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രോസസ്സെങ്കിലും. ഇഫ് എനി അതർ പ്രോസസ് റിക്വസ്റ്റ് ദിസ് റിസോഴ്സ്, മറ്റെന്തെങ്കിലും പ്രോസസ്സ് ഈ ഒരു റിസോഴ്സസിനെ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ദാറ്റ് പ്രോസസ് മസ്റ്റ് വെയിറ്റ് ഫോർ ദ റിസോഴ്സ് ടു ബി റിലീസ്ഡ്. പിന്നെന്താണ്, ആ പ്രോസസ്സ് എന്ത് ചെയ്യണം, മസ്റ്റ് വെയിറ്റ് ഫോർ ദ, എന്തിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, ആ ഒരു റിസോഴ്സ് റിലീസ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്താണ്, എ പ്രോസസ് മസ്റ്റ് ബി സൈമിൾട്ടേനിയസ്ലി ഹോൾഡിംഗ് അറ്റ്ലീസ്റ്റ് 1 റിസോഴ്സ്. അതായത് ആൻഡ് വെയിറ്റിംഗ് ഫോർ അറ്റ്ലീസ്റ്റ് 1 റിസോഴ്സ്. അതായത് നമ്മൾ ഒരു റിസോഴ്സസിനെ ഹോൾഡ് ആൻഡ് വെയിറ്റ് ആണ്. ഹോൾഡ് ചെയ്യുക മീൻസ് ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സസിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക, മീൻസ് അവർ യൂസ് ചെയ്യുകയാണ്. ദെൻ എന്താണ്, വെയിറ്റ് ചെയ്യുക, മറ്റൊരു റിസോഴ്സസിനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ നോ പ്രീംപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യാണ്, ഹോൾഡിങ് എ റിസോഴ്സ്, ഒരു റിസോഴ്സസിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റിസോഴ്സ് എന്താണ്, cannot be taken away from that process until the process voluntarily releases it. അതായത് ആ ഒരു റിസോഴ്സ്
ആ ഒരു പ്രോസസ്സ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആവാതെ മറ്റൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് എപ്പോഴാണോ ആ ഒരു പ്രോസസ്സ് ആ ഒരു റിസോഴ്സസിനെ റിലീസ് ചെയ്യുന്നത്, അപ്പം മാത്രമേ മറ്റുള്ളവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനെയാണ് നോ പ്രീംപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ സർക്കുലർ വെയിറ്റ്, എ സെറ്റ് ഓഫ് പ്രോസസ്സ്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് ഉണ്ട്, P0, P1, P2 അപ് ടു Pn വരെ. അപ്പോൾ എന്താണ് ഇത്, ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സസിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു റിസോഴ്സ് മറ്റൊരു റിസോഴ്സസിനെ വെയിറ്റ് ചെയ്തുകൊണ്ട്, അങ്ങനെ ഒരു സർക്കുലർ രീതിയിൽ എന്ത് ചെയ്യാണ് അവർ ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷനിൽ ഹോൾഡ് ചെയ്യുക, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനെയാണ് സർക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. എന്താണ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്? നമുക്ക് ഡെഡ് ലോക്ക് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഡെഡ് ലോക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡെഡ് ലോക്ക് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് മോർ ക്ലിയർലി ത്രൂ ദ യൂസ് ഓഫ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്സ് ഹാവിങ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഈ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് യൂസ് ചെയ്ത് നമുക്ക് ഡെഡ് ലോക്ക് ഉണ്ടാവോ ഇല്ലയെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് RAG എന്ന് പറയും ഷോർട്ടായിട്ട്. അത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലുള്ള ടേംസ് ആണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, ലിസൺ. ഓക്കെ, എ സെറ്റ് ഓഫ് റിസോഴ്സ് കാറ്റഗറീസ്. ഇപ്പോൾ റിസോഴ്സസ് R1, R2, R3 അപ് ടു Rn വരെയുണ്ട്. വിച്ച് അപ്പിയർ ആസ് സ്ക്വയർ നോഡ്സ് ഓൺ ദ ഗ്രാഫ്. നമ്മളൊരു RAG റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ റിസോഴ്സസ് ഒക്കെ എന്തായിരിക്കണം, സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പിലാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്, റിസോഴ്സസിനെ വരയ്ക്കേണ്ടത്. ഡോട്ട്സ് ഇൻസൈഡ് ദ റിസോഴ്സ് നോഡ് ഇൻഡിക്കേറ്റ് സ്പെസിഫിക് ഇൻസ്റ്റൻസ് ഓഫ് ദ റിസോഴ്സ്. ഇതിലൊരു ഡയഗ്രാം കണ്ടോ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൻ്റെ? അതിൽ നോക്കൂ, R1 എന്ന് പറഞ്ഞിട്ട് റിസോഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് അല്ലെങ്കിൽ സ്ക്വയർ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലൊരു ഡോട്ട് സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡോട്ട് സിമ്പിൾ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇൻസ്റ്റൻസ് മീൻസ് എന്തെങ്കിലും CPU, മെമ്മറി ഇതുപോലുള്ള എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻസ്റ്റൻസിനെ നമ്മൾ ഡോട്ട്സ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ എ സെറ്റ് ഓഫ് പ്രോസസ്സിനെ P1, P2, P3 അപ് ടു Pn എത്ര പ്രോസസ്സ് വേണമെങ്കിലും വരാം. അതിനെ നമ്മൾ എന്താണ് സർക്കിളിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. ദെൻ കുറേ എഡ്ജസ്, കുറേ ആരോ മാർക്കുകൾ കാണാം. അതിനൊക്കെ എഡ്ജസ് എന്നാണ് പറയുന്നത്. രണ്ട് തരമാണ് എഡ്ജസ് വരുന്നത്, റിക്വസ്റ്റ് എഡ്ജും ഉണ്ട്, അസൈൻമെൻറ്റ് എഡ്ജും ഉണ്ട്. റിക്വസ്റ്റ് എഡ്ജ് എന്താണ്? ഇതൊരു ഡയറക്റ്റ് ആർക്കാണ് ഫ്രം PI ടു RJ. അതായത് റിക്വസ്റ്റ് ചെയ്യാന്ന് മീൻസ് പ്രോസസ്സിൽ നിന്നാണ് റിസോഴ്സസിലേക്ക് നമ്മൾ ആ ഒരു ആരോ മാർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതിനെയാണ് റിക്വസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. പ്രോസസ്സിൽ നിന്നിട്ട് R1ലേക്കാണ് നമ്മളൊരു ആരോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ റിക്വസ്റ്റ് എഡ്ജ് എന്ന് പറയും. നേരെ മറിച്ച് ഇപ്പോൾ ഒരു റിസോഴ്സിൽ നിന്ന് പ്രോസസ്സിലേക്കാണ് ഒരു ആരോ മാർക്ക് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അതെന്താണ്? അസൈൻമെൻറ്റ് എഡ്ജാണ്. ഓക്കെ, ദാറ്റ് മീൻസ് എ സെറ്റ് ഓഫ് ഡയറക്റ്റഡ് ആർക്സ് ഫ്രം RJ ടു PI. RJ എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു എത്ര നമ്പറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം റിസോഴ്സിൽ നിന്ന് പ്രോസസ്സിലേക്കാണ് ആ ഡയറക്റ്റഡ് ആർക്ക് അല്ലെങ്കിൽ ആരോ മാർക്ക് വരുന്നതെങ്കിൽ അതിനെ അസൈൻമെൻറ്റ് എഡ്ജാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഡയഗ്രാം നോക്കുക. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് R1, R2 എന്ന് പറഞ്ഞിട്ട് രണ്ട് റിസോഴ്സസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഓരോ ഇൻസ്റ്റൻസ് ഉണ്ട്. പിന്നെ R1, R2, R3, R4 4 റിസോഴ്സസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ 3 പ്രോസസ്സുകളും. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ ഉള്ളിൽ ആ ഡോട്ടർ സിമ്പിൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്? ഇൻസ്റ്റൻസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് ഇഫ് എ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് കണ്ടെയ്ൻസ് നോ സൈക്കിൾ. അപ്പോൾ നമ്മളിപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് പഠിച്ചു. അപ്പോൾ ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കാം. അതിൽ പറയുന്നത് സൈക്കിൾസ്, അതായത് ഇപ്പോൾ നമ്മൾ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു സൈക്കിൾഡ് രീതിയിൽ ഫോം ചെയ്യണം. അതായത് ക്ലോസ്ഡ് ആയിട്ട് ആരോ മാർക്ക് ആ എഡ്ജസ് ഒക്കെ അല്ലേ, അതൊക്കെ ക്ലോസ്ഡ് ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഡെഡ് ലോക്ക് എന്ത് ചെയ്യും? ഫോം ചെയ്യും. നോ സൈക്കിൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ
ചില ഗ്രാഫുകളുണ്ട് എങ്ങനെ ഇപ്പോൾ സൈക്കിള് എന്ത് ചെയ്യും, ഫോം ചെയ്യും, പക്ഷേ ഡെഡ് ലോക്ക് ഇല്ലാത്ത സൈക്കിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള സൈക്കിൾസും ഉണ്ട്. അപ്പോൾ അതൊന്ന് മൈൻഡിൽ ഓർത്ത് വയ്ക്കുക നിങ്ങൾ. ഫസ്റ്റത്തേൽ എന്താണ് അവിടെ, ഇഫ് എ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് കണ്ടെയ്ൻസ് നോ സൈക്കിൾസ് ദെൻ ദ സിസ്റ്റം ഈസ് നോട്ട് ഡെഡ് ലോക്ക്. സൈക്കിൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഡെഡ് ലോക്ക് ഇല്ല. അതുപോലെ തന്നെ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് കണ്ടെയ്ൻസ് സൈക്കിൾസ് ആൻഡ് ഈച്ച് റിസോഴ്സ് കാറ്റഗറി കണ്ടെയ്ൻസ് ഓൺലി എ സിംഗിൾ ഇൻസ്റ്റൻസ് ദെൻ എ ഡെഡ് ലോക്ക് എക്സിസ്റ്റ്. മീൻസ് എന്താണ്, ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ സൈക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ റിസോഴ്സസ് ഒരൊറ്റ സിംഗിൾ ഇൻസ്റ്റൻസ് ആണ് അതിൽ ഉള്ളത് എങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഡെഡ് ലോക്ക് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇഫ് എ റിസോഴ്സ് കാറ്റഗറി കണ്ടെയ്ൻസ് മോർ ദാൻ വൺ ഇൻസ്റ്റൻസ്, ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ ദ പ്രസൻസ് ഓഫ് എ സൈക്കിൾ ഇൻ ദ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് പോസിബിലിറ്റി ഓഫ് എ ഡെഡ് ലോക്ക്. അതായത് ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി പോസിബിലിറ്റി ഉള്ളൂ, ചിലപ്പോൾ ഉണ്ടാവാം ഡെഡ് ലോക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ ഡെഡ് ലോക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്കൊരു ഡസ് നോട്ട് ഗ്യാരൻറ്റി വൺ, അത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതൊരു ഇൻസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരൊറ്റ ഇൻസ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഡ് ലോക്ക് ഉണ്ടായിരിക്കും. സപ്പോസ് അവിടെ എന്താണ്, ഇൻസ്റ്റൻസ് ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മേ ബി അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഫിഗേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് വിത്ത് എ ഡെഡ് ലോക്ക്, ഇവിടെ ഒന്ന് ഡെഡ് ലോക്ക് സംഭവിച്ചൊരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫും, രണ്ടാമത് എന്താണ്, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് വിത്ത് എ സൈക്കിൾ ബട്ട് നോട്ട് ഡെഡ് ലോക്ക്. ഇവിടെ എന്താണ്, ഡെഡ് ലോക്ക് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് ഡെഡ് ലോക്ക് സംഭവിക്കാത്തത്, അവർ റിക്വസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അലോക്കേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻസ് ഒക്കെ കറക്റ്റ്ലി അവർക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് അവിടെ ഡെഡ് ലോക്കിൻ്റെ പോസിബിലിറ്റി അവിടെ ഇല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇതിൽ വരുന്നത് മെത്തേഡ്സ് ഓഫ് ഹാൻഡ്ലിങ് ഡെഡ് ലോക്ക്. ഡെഡ് ലോക്കിനെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം. ഫസ്റ്റ് വൺ പറയുന്നത് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ ഓർ അവോയ്ഡൻസ്. ഡെഡ് ലോക്കിനെ എന്ത് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. ഡു നോട്ട് അലോ ദ സിസ്റ്റം ടു ഗെറ്റ് ഇൻ ടു എ ഡെഡ് ലോക്ക് സ്റ്റേറ്റ്. അതാണ് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ ഓർ അവോയ്ഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡെഡ് ലോക്ക് വരുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ച് വരാൻ പാടില്ല. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിനെ അലോ ചെയ്യാൻ പാടില്ല. അതിനെയാണ് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ ഓർ അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ദെൻ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി. എന്താ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി? abort a process or preempt some resources when deadlocks are detected. അതായത് നമ്മൾ ഡെഡ് ലോക്കിനെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അബോട്ട് എ പ്രോസസ്സ്, ഒന്നെങ്കിൽ ആ പ്രോസസ്സിനെ അബോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക, അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രീംപ്റ്റ് സം റിസോഴ്സസ് വെൻ ഡെഡ് ലോക്സ് ആർ ഡിറ്റക്റ്റഡ്. ഡെഡ് ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കുറച്ച് റിസോഴ്സസിനെ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരിക. അതിനെയാണ് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ പറയുന്നത് ഇഗ്നോർ ആൻഡ് പ്രോബ്ലം ഓൾ ടുഗദർ. ഇഗ്നോർ ദ പ്രോബ്ലം ഓൾ ടുഗദർ മീൻസ് എന്താണ്, ഇപ്പോൾ ഡെഡ് ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിനെ ഒഴിവാക്കുക, മീൻസ് അതിനെ നെഗ്ലക്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു വർഷത്തിലൊരിക്കലോ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ഡെഡ് ലോക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യുക, അതിനെയൊക്കെ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ ഇതിൽ പറയുന്നത് ഡെഡ് ലോക്ക് പ്രിവെൻഷനാണ്. ഡെഡ് ലോക്ക് എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കുറച്ച് കണ്ടീഷൻസ് ഡെഡ് ലോക്ക് സംഭവിക്കുമ്പോൾ വരുന്ന അതുതന്നെയാണ് ഡെഡ് ലോക്ക് പ്രിവെൻറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രീംഷൻ, സർക്കുലർ വെയിറ്റ്. ഓക്കെ, അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 നിങ്ങൾ എഴുതണം. ഓക്കെ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ദെൻ
നെക്സ്റ്റ് വരുന്നത് ഡെഡ് ലോക്ക് അവോയ്ഡൻസ്. അതൊന്നുമില്ല, നമ്മൾ ഡെഡ് ലോക്കിനെ അവോയ്ഡ് ചെയ്യുക, അതായത് ഒരിക്കലും ഡെഡ് ലോക്ക് സംഭവിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോസസ്സിനെ ഒരു പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുക ഒരു ഡെഡ് ലോക്കിൽ നിന്ന്, അതായത് നമ്മൾ മുന്നേ പറഞ്ഞുള്ള കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ട്. ഓക്കെ, അതാണ് ഡെഡ് ലോക്ക് അവോയ്ഡൻസ്. ദെൻ ഒരു സേഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇതെന്താണ്, നമുക്ക് സേഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഇഫ് ദ സിസ്റ്റം ക്യാൻ അലോക്കേറ്റ് ഓൾ റിസോഴ്സസ് റിക്വസ്റ്റഡ് ബൈ ഓൾ പ്രോസസ്സസ് വിത്തൗട്ട് എൻറ്ററിങ് എ ഡെഡ് ലോക്ക് സ്റ്റേറ്റ്. അതായത് ഡെഡ് ലോക്ക് സ്റ്റേറ്റിലേക്ക് എൻട്രി ചെയ്യാതെ എന്താണ് എല്ലാ പ്രോസസ്സിനും എന്താണ് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ് സേഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ഡയഗ്രാം നോക്കൂ, ഡയഗ്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എല്ലാ പ്രോസസ്സിനും എല്ലാ റിസോഴ്സസും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു വിത്തൗട്ട് എനി ഡെഡ് ലോക്ക്. അങ്ങനെയുള്ള സ്റ്റേറ്റ്സിനാണ് സേഫ് സ്റ്റേറ്റ് എന്ന് പറയുക. മേ ബി നമ്മളിപ്പോൾ എല്ലാ റിസോഴ്സസും അലോക്കേറ്റ് ചെയ്ത് ചിലപ്പോൾ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി കുറവ് കാരണം നമുക്ക് എന്താ ചെയ്യുക, അൺസേഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ് ഉണ്ട്. അവിടെ എന്താണ്, ചില പ്രോസസ്സുകൾ അൺസേഫിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഡെഡ് ലോക്ക് സംഭവിക്കാതെ ഉള്ള പ്രോസസ്സുകളും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഡെഡ് ലോക്ക് അവിടെ ഒരു ബോക്സിലും അൺസേഫ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കൊടുത്തത്. അൺസേഫിലുള്ള മേ ബി പ്രോസസ്സുകൾ ഡെഡ് ലോക്ക് സംഭവിക്കാത്തതും ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അൺസേഫിലുള്ളത് ഡെഡ് ലോക്ക് സംഭവിക്കുന്നതും ഉണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ സെപ്പറേറ്റ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അൺസേഫിലുള്ളത് ഡെഡ് ലോക്ക് ഉള്ളതും ഉണ്ടാവും, ഡെഡ് ലോക്ക് ഇല്ലാത്തതും ഉണ്ടാവും. പക്ഷേ സേഫ് സ്റ്റേറ്റിൽ നോ ഡെഡ് ലോക്ക്, വിത്തൗട്ട് എനി ഡെഡ് ലോക്കാണ് സേഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.